കോട്ടയം വെള്ളൂരിൽ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ജൂബിലാണ് മരിച്ചത്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. കോട്ടയം വെള്ളൂരിൽ ആണ് മൃതദേഹം കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ജൂബിൽ. കോട്ടയം വെള്ളൂരിൽ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ജൂബിലാണ് മരിച്ചത്. സർജറി വിഭാഗത്തിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്ത് വന്നിരുന്നത്. ജി ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ 7:30 ഇദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഈ മാതാപിതാക്കളും ഈ ഡോക്ടർ മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. രാവിലെ മാതാപിതാക്കൾ പള്ളിയിൽ പോയി തിരിച്ചെത്തിയ ശേഷം വീട് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് വീട് തുറന്ന് നാട്ടുകാർ ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ തുറന്ന് നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ ഈ നിലയിൽ, അതായത് തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടത്. ഇദ്ദേഹത്തിന് പല മാനസികമായ പല ഡിപ്രഷൻ പോലുള്ള ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നതായി കുടുംബം മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തലയോലപ്പറമ്പ് പോലീസാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. വീട്ടുകാരുടെയൊക്കെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം ഇദ്ദേഹത്തെ എത്തിച്ചു. പക്ഷെ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗത്തിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. അടുത്ത കാലത്ത് ജോലിയിൽ പ്രവേശിച്ച ആളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരം വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ശ്രീജ. ശരി. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ജൂബൽ ജെ കുന്നത്തൂർ ആണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടത്.